വെൽക്കം ബാക്ക് ടു അനദർ സെഷൻ ഓഫ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ്. സോ കഴിഞ്ഞ വീഡിയോസ് കാണാത്തവർ മസ്റ്റായും അത് കണ്ടതിന് ശേഷം മാത്രം ഈ ഒരു വീഡിയോയിലേക്ക് വരാം. സോ ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് യൂണിറ്റ് 5 സെലക്ഷൻ ആണ്. ഫസ്റ്റ് ടോപ്പിക് സെലക്ഷൻ. സെലക്ഷൻ ഈസ് ദ പ്രോസസ് ഓഫ് ചൂസിങ് ദ മോസ്റ്റ് suitable candidate for a vacant position from the pool of candidates obtained through recruitment. സെലക്ഷൻ മീൻസ് ഓപ്പൺ പൊസിഷൻസിലേക്ക് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള കാൻഡിഡേറ്റ്സിനെ റിക്രൂട്ട്മെൻറ്റ് നടത്തി ചൂസ് ചെയ്യുന്ന പ്രോസസ്സാണ്. കാൻഡിഡേറ്റ്സിനെ ഇൻ്റർവ്യൂ ചെയ്ത് അവരുടെ ക്വാളിറ്റീസ് ഇവാലുവേറ്റ് ചെയ്ത് റൈറ്റ് കാൻഡിഡേറ്റ്സിനെ ചൂസ് ചെയ്യും. റൈറ്റ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സ് ഒരു ഓർഗനൈസേഷൻ്റെ അസറ്റാണ്. എന്നാൽ മാത്രമേ കമ്പനിക്ക് അവരുടെ ഗോൾസ് അച്ചീവ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. റിക്രൂട്ട്മെൻറ്റ് എന്നത് സെലക്ഷന് മുമ്പാണ് നടക്കുന്നത്. റിക്രൂട്ട്മെൻറ്റ് ഇൻറ്റേർണൽ അല്ലെങ്കിൽ എക്സ്റ്റേണൽ ആവാം. സെലക്ഷൻ എന്നത് റിക്രൂട്ട്മെൻറ്റിൽ കൂടി ഏറ്റവും സ്യൂട്ടബിളായ കാൻഡിഡേറ്റ്സിനെ ചൂസ് ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ സെലക്ഷൻ എന്നത് ഒരു എലിമിനേഷൻ പ്രോസസ്സാണ്. അതായത് ക്വാളിഫൈഡ് അല്ലാത്ത കാൻഡിഡേറ്റ്സിനെ നമ്മൾ ഈ ഒരു സ്റ്റേജിൽ റിമൂവ് ചെയ്യും. ഡിഫറൻസ് ബിറ്റ്വീൻ റിക്രൂട്ട്മെൻറ്റ് വേഴ്സസ് സെലക്ഷൻ. റിക്രൂട്ട്മെൻറ്റും സെലക്ഷനും തമ്മിലുള്ളൊരു ഡിഫറൻസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ്, മീനിങ്. കാൻഡിഡേറ്റിനെ അട്രാക്റ്റ് ചെയ്ത് ജോബ് ഓപ്പണിങ്സിലേക്ക് അപ്ലൈ ചെയ്യാൻ എൻകറേജ് ചെയ്യുന്ന പ്രോസസ്സാണ് റിക്രൂട്ട്മെൻറ്റ്. അതുപോലെ ഏറ്റവും സ്യൂട്ടബിളായ കാൻഡിഡേറ്റ്സിനെ ചൂസ് ചെയ്യുന്ന പ്രോസസ്സാണ് സെലക്ഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ഒബ്ജക്റ്റീവ്. ഒരുപാട് സ്യൂട്ടബിൾ ആയിട്ടുള്ള കാൻഡിഡേറ്റ്സിനെ അട്രാക്റ്റ് ചെയ്യുന്നതാണ് റിക്രൂട്ട്മെൻറ്റിൻ്റെ ഒബ്ജക്റ്റീവ്. ആൻഡ് സെലക്ഷനിലേക്ക് വരുമ്പോൾ ഏറ്റവും സ്യൂട്ടബിളായ കാൻഡിഡേറ്റ്സിനെ ചൂസ് ചെയ്ത് അൺക്വാളിഫൈഡ് ആയ കാൻഡിഡേറ്റ്സിനെ റിജക്റ്റ് ചെയ്യുന്നതാണ് സെലക്ഷൻ്റെ ഒബ്ജക്റ്റീവ്. ദെൻ തേർഡ് വൺ, കീ ഫാക്ടർ. റിക്രൂട്ട്മെൻറ്റ് കീ ഫാക്ടർ എന്ന് പറയുന്നത് ജോബ് ഓപ്പണിംഗ് അറിയിപ്പ് കൊടുക്കുക എന്നതാണ്. സെലക്ഷൻ്റെ കീ ഫാക്ടർ എന്ന് പറയുന്നത് ഏറ്റവും സ്യൂട്ടബിളായ കാൻഡിഡേറ്റ്സിനെ അപ്പോയിൻറ്റ് ചെയ്യുക എന്നതാണ്. ഫോർത്ത് വൺ, സ്വീക്കൻസ്. റിക്രൂട്ട്മെൻ്റ് ആണ് ഹയറിങ്ങിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് ആൻഡ് സെലക്ഷൻ സെക്കൻഡ് സ്റ്റെപ്പാണ്. നെക്സ്റ്റ്, കോൺട്രാക്ച്വൽ എഗ്രിമെൻറ്റ്. റിക്രൂട്ട്മെൻറ്റിൽ കോൺട്രാക്ട്സ് ഒന്നും ഉണ്ടാവില്ല. ജസ്റ്റ് ജോബ് ഓപ്പണിങ്ങിൻ്റെ അറിയിപ്പ് മാത്രമാണ് കൊടുക്കുന്നത്. സെലക്ഷനിലേക്ക് വരുമ്പോൾ എംപ്ലോയറും എംപ്ലോയും തമ്മിൽ അവിടെ കോൺട്രാക്റ്റ് ഉണ്ടാവും. ദെൻ അപ്രോച്ച്. റിക്രൂട്ട്മെൻറ്റ് പോസിറ്റീവ് അപ്രോച്ചാണ്. കാരണം ഈ ഒരു സ്റ്റേജിൽ കൂടുതൽ കാൻഡിഡേറ്റ്സിനെ ജോലിയിലേക്ക് അപ്ലൈ ചെയ്യാൻ എൻകറേജ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതുപോലെ സെലക്ഷനിലേക്ക് വരുമ്പോൾ സെലക്ഷൻ ഒരു നെഗറ്റീവ് അപ്രോച്ചാണ്. ബിക്കോസ് ക്വാളിഫൈഡ് അല്ലാത്ത കാൻഡിഡേറ്റ്സിനെ റിജക്റ്റ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് ടോപ്പിക്, സ്റ്റെപ്സ് ഇൻ ദ സെലക്ഷൻ പ്രോസസ്. ഫസ്റ്റ് സ്റ്റെപ്പ്, preliminary screening. Preliminary screening is the first filtering step in the selection process to remove unqualified applicants. അൺക്വാളിഫൈഡ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സിനെ ആദ്യം തന്നെ റിമൂവ് ചെയ്യുന്ന സെലക്ഷൻ പ്രോസസ്സിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പാണ് പ്രിലിമിനറി സ്ക്രീനിങ്. ഫോർ എക്സാമ്പിൾ, ഒരു കാർ സർവീസ് ഫേമിന് ഓട്ടോമൊബൈൽ എൻജിനീയറിംഗ് പഠിച്ച 4 വർഷം എക്സ്പീരിയൻസ് ഉള്ള ഒരു എൻജിൻ മെക്കാനിക്കിനെ വേണം. ചില കാൻഡിഡേറ്റ്സിന് എല്ലാ ക്വാളിഫിക്കേഷൻസും ഉണ്ടായിരിക്കില്ല. ഇങ്ങനെയുള്ള കാൻഡിഡേറ്റ്സിനെ കമ്പനി ആദ്യം തന്നെ റിജക്റ്റ് ചെയ്യും. ബിക്കോസ് ടൈമും മണിയും വേസ്റ്റ് ആവും. ആൻഡ് എലിജിബിളായ കാൻഡിഡേറ്റ്സിനെ മാത്രമേ നെക്സ്റ്റ് സ്റ്റേജിലേക്ക് സെലക്ട് ചെയ്യുള്ളൂ. ഇതാണ് പ്രിലിമിനറി സ്ക്രീനിങ് എന്ന് പറയുന്നത്. ഷോർട്ട് ലിസ്റ്റിംഗ്. ഷോർട്ട് ലിസ്റ്റിംഗ് ഇസ് ദ പ്രോസസ് ഓഫ് selecting the most suitable candidates from the pool of eligible applicants. പ്രിലിമിനറി സ്ക്രീനിങ് കഴിഞ്ഞ് ഏറ്റവും സ്യൂട്ടബിളായ കാൻഡിഡേറ്റ്സിനെ നെക്സ്റ്റ് സെലക്ഷൻ സ്റ്റേജിലേക്ക് എടുക്കുന്ന പ്രോസസ്സാണ് ഷോർട്ട് ലിസ്റ്റിംഗ്. ഫോർ എക്സാമ്പിൾ, ഒരു കാർ സർവീസ് ഫേം പ്രിലിമിനറി സ്ക്രീനിങ് കഴിഞ്ഞ് വന്ന കാൻഡിഡേറ്റ്സിൽ നിന്നും ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു കാൻഡിഡേറ്റിനെ മാത്രമായിരിക്കും എൻജിൻ മെക്കാനിക് പോസ്റ്റിലേക്ക് എടുക്കുന്നത്. ജോബ് റിക്വയർമെൻറ്റ്സും കമ്പനിയുടെ ആവശ്യങ്ങൾക്കും മാച്ച് ആവുന്ന കാൻഡിഡേറ്റ്സിനെ ആയിരിക്കും ചൂസ് ചെയ്യുന്നത്. ഷോർട്ട് ലിസ്റ്റഡ് ആയ കാൻഡിഡേറ്റ്സ് മാത്രമായിരിക്കും നെക്സ്റ്റ് സെലക്ഷൻ
സ്റ്റേജിലേക്ക് പോകുന്നത്. നെക്സ്റ്റ് സ്റ്റെപ്പ്, സെലക്ഷൻ ടെസ്റ്റ്. വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് and initial verification procedures in the recruitment process is the selection test. These tests help the company determine whether the candidates possess the necessary knowledge, skills and abilities to perform the job as well as evaluate their personality traits. ഈ സെലക്ഷൻ ടെസ്റ്റ് എന്നത് കാൻഡിഡേറ്റ്സിന് ജോബ് ചെയ്യാൻ ആവശ്യമായ സ്കിൽസ്, ക്വാളിറ്റീസും എബിലിറ്റീസും ഉണ്ടോ എന്ന് വെരിഫൈ ചെയ്യുന്ന പ്രോസസ്സാണ്. സെലക്ഷൻ ടെസ്റ്റിനെ രണ്ടായി ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഒന്ന് എബിലിറ്റി ടെസ്റ്റ് ആൻഡ് സെക്കൻഡ് വൺ പേഴ്സണാലിറ്റി ടെസ്റ്റ്. സോ നമുക്ക് ഓരോന്നായിട്ട് ഡിസ്കസ് ചെയ്യാം. എബിലിറ്റി ടെസ്റ്റസ്. എബിലിറ്റി ടെസ്റ്റസ് ആർ യൂസ് ടു ഇവാലുവേറ്റ് എ കാൻഡിഡേറ്റ്സ് ലെവൽ ഓഫ് നോളജ്, സ്കിൽ സെറ്റ് ആൻഡ് ഡിസിഷൻ മേക്കിംഗ് എബിലിറ്റി റിലവൻറ്റ് ടു ദ ജോബ് റോൾ. ഒരു കാൻഡിഡേറ്റിൻ്റെ നോളജ്, സ്കിൽ, ഡിസിഷൻ മേക്ക് ചെയ്യാനുള്ള കഴിവ് ഇതൊക്കെ ഇവാലുവേറ്റ് ചെയ്യുന്ന ടെസ്റ്റാണ് എബിലിറ്റി ടെസ്റ്റ്. സോ അതിനെ 4 ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഒന്നാമത്തത് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്. ഇറ്റ് മെഷേഴ്സ് ദ നാച്ചുറൽ എബിലിറ്റി ടു പെർഫോം എ ടാസ്ക്. ഒരു ജോബ് ചെയ്യാനുള്ള നാച്ചുറൽ എബിലിറ്റി, അതായത് സ്വാഭാവിക കഴിവ് ടെസ്റ്റ് ചെയ്യുന്നതിനെയാണ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, എൻജിൻ മെക്കാനിക് പോസ്റ്റിലേക്ക് സെലക്ഷൻ ടെസ്റ്റിൻ്റെ ഭാഗമായി ഒരു റിയൽ കാർ എൻജിൻ പ്രോബ്ലം സോൾവ് ചെയ്യാൻ കാൻഡിഡേറ്റിനോട് പറയും. സോ കാൻഡിഡേറ്റ് എത്ര വേഗത്തിൽ അത് കംപ്ലീറ്റ് ചെയ്യും എന്ന് നോക്കും. സോ ഇതിനെയാണ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എന്ന് പറയുന്നത്. ഈ ഒരു പ്രോസസ്സിനെയാണ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എന്ന് പറയുക. നെക്സ്റ്റ് വൺ, അച്ചീവ്മെൻറ്റ് ടെസ്റ്റ്. അസസസ് ദ കാൻഡിഡേറ്റ്സ് എക്സിസ്റ്റിംഗ് ഡെവലപ്ഡ് നോളജ് ആൻഡ് സ്കിൽസ്. കാൻഡിഡേറ്റ് ഓൾറെഡി നേടിയ സ്കിൽസ്, എബിലിറ്റീസ് എത്രത്തോളം ഡെവലപ്പായി എന്ന് ടെസ്റ്റ് ചെയ്യുന്നതിനെയാണ് അച്ചീവ്മെൻറ്റ് ടെസ്റ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ഇൻ്റലിജൻസ് ടെസ്റ്റ്. ഒരു കാൻഡിഡേറ്റിന് സ്കിൽസും എബിലിറ്റീസും മാത്രം ഉണ്ടോ എന്നല്ല, അതൊക്കെ പ്രാക്ടിക്കലി അപ്ലൈ ചെയ്യാനുള്ള കഴിവുണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്യുന്നതിനെയാണ് ഇൻ്റലിജൻസ് ടെസ്റ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ജഡ്ജ്മെൻറ്റ് ടെസ്റ്റ്. ഒരു കാൻഡിഡേറ്റിൻ്റെ പ്രോബ്ലം സോൾവിങ് സ്കിൽസ്, പ്രത്യേക സിറ്റുവേഷൻസിൽ ഡിസിഷൻ എടുക്കാനുള്ള കഴിവ് ഇതൊക്കെ ടെസ്റ്റ് ചെയ്യുന്നതിനെയാണ് ജഡ്ജ്മെൻ്റൽ ടെസ്റ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ടൈപ്പ് ഓഫ് സെലക്ഷൻ ടെസ്റ്റ്, പേഴ്സണാലിറ്റി ടെസ്റ്റ്. ഒരു ഓർഗനൈസേഷനിൽ പല ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന എംപ്ലോയീസ് ഉണ്ടാവും. അതുകൊണ്ട് തന്നെ അവർ തമ്മിൽ പൊരുത്തപ്പെടേണ്ടത് ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഓരോ കാൻഡിഡേറ്റ്സിൻ്റെയും ബിഹേവിയർ, മറ്റുള്ളവരുമായി പൊരുത്തപ്പെടാനുള്ള എബിലിറ്റി ഇതൊക്കെ ടെസ്റ്റ് ചെയ്യുന്നതിനെയാണ് പേഴ്സണാലിറ്റി ടെസ്റ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് സ്റ്റെപ്പ് ഇൻ ദ സെലക്ഷൻ പ്രോസസ്, ഇൻ്റർവ്യൂ. After assessing the shortlisted candidates' knowledge and skills through the selection test, the management will now focus on certain aspects. സെലക്ഷൻ ടെസ്റ്റ് നടത്തി കാൻഡിഡേറ്റ്സിൻ്റെ സ്കിൽസും ക്വാളിറ്റീസും അസസ് ചെയ്തതിന് ശേഷം മാനേജ്മെൻറ്റ് എംപ്ലോയീസിനെ ഇൻ്റർവ്യൂ ചെയ്യും. സോ അതിൽ ഫോക്കസ് ചെയ്യുന്ന മെയിൻ കാര്യങ്ങളെന്ന് പറഞ്ഞാൽ ബാക്ക്ഗ്രൗണ്ട് ഓഫ് ദ കാൻഡിഡേറ്റ്, കാൻഡിഡേറ്റ്സിൻ്റെ ഫാമിലി, സൊസൈറ്റിയിലുള്ള റെപ്യൂട്ടേഷൻ ആൻഡ് കാൻഡിഡേറ്റ്സിനെ കുറിച്ചുള്ള എല്ലാ ബാക്ക്ഗ്രൗണ്ട് ഇൻഫർമേഷൻസും കളക്ട് ചെയ്യുക. നെക്സ്റ്റ് വൺ, അഡീഷണൽ സ്കിൽസ് ഓഫ് ദ കാൻഡിഡേറ്റ്. സെലക്ഷൻ ടെസ്റ്റിലൂടെ കാൻഡിഡേറ്റ്സിന് ഒരു ജോബ് പെർഫോം ചെയ്യാൻ ആവശ്യമായ സ്കിൽസ്, എബിലിറ്റീസ് ഇതൊക്കെ ഉണ്ടോ എന്ന് മാനേജ്മെൻറ്റ് ഓൾറെഡി ഫൈൻഡ് ഔട്ട് ചെയ്തല്ലോ. സോ ഇതല്ലാത്ത കമ്പനിക്ക് യൂസ് വരുന്ന മറ്റ് സ്കിൽസ് എംപ്ലോയീസിന് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. നെക്സ്റ്റ് വൺ, കോമ്പിറ്റൻസി ഓഫ് ദ കാൻഡിഡേറ്റ്. നോർമൽ സിറ്റുവേഷൻസ് മാത്രമല്ല, കോംപ്ലക്സും സീരിയസുമായ ഇഷ്യൂസും ഹാൻഡിൽ ചെയ്യാനുള്ള എബിലിറ്റി ഉണ്ടോ എന്ന് വിലയിരുത്തുക. ഇമോഷണൽ മെച്യൂരിറ്റി ഓഫ് ദ കാൻഡിഡേറ്റ്. വർക്ക് റിലേറ്റഡ് ഇഷ്യൂസ്, പേഴ്സണൽ പ്രോബ്ലംസ് ഇതൊക്കെ ഹാൻഡിൽ ചെയ്യാനുള്ള എബിലിറ്റി എംപ്ലോയീസിന് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. ഇമോഷൻസിനെ കൺട്രോൾ ചെയ്ത് വർക്ക് ലൈഫ് ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുമോ എന്ന് ടെസ്റ്റ് ചെയ്യുക. നെക്സ്റ്റ്, പേഴ്സണൽ ട്രൈറ്റ്സ് ഓഫ് ദ കാൻഡിഡേറ്റ്. മറ്റ് കാൻഡിഡേറ്റ്സിനേക്കാൾ മുൻതൂക്കമുള്ള ക്വാളിറ്റീസ് ഉണ്ടോ എന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യുക. നെക്സ്റ്റ്, വർത്ത് ഓഫ് ദ കാൻഡിഡേറ്റ്. കാൻഡിഡേറ്റിനെ അപ്പോയിൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു കാൻഡിഡേറ്റിന് വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്ന ട്രെയിനിങ്, ഇൻവെസ്റ്റ്മെൻറ്റ് വേസ്റ്റ് ആവാതെ തന്നെ കാൻഡിഡേറ്റ് കമ്പനിയിൽ തന്നെ സ്റ്റേ ചെയ്യുമോ എന്ന് വിലയിരുത്തുക. അതാണ് വർത്ത് ഓഫ് ദ കാൻഡിഡേറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത്. സോ
എല്ലാ കാര്യങ്ങളും ഡയറക്റ്റ് ചോദിച്ചറിയുമ്പോഴാണ് ഡയറക്റ്റ്, അതായത് കറക്റ്റായിട്ടുള്ള മറുപടി കിട്ടുന്നത്. സോ ഇങ്ങനെ ഒരാൾ ഡയറക്റ്റായിട്ട് ചോദിക്കുകയോ മറ്റൊരാൾ റിപ്ലൈ കൊടുക്കുകയും ചെയ്യുന്ന പ്രോസസ്സിനെയാണ് ഇൻ്റർവ്യൂ എന്ന് പറയുന്നത്. സോ അതിലൂടെ സ്യൂട്ടബിൾ ആയിട്ടുള്ള കാൻഡിഡേറ്റ്സിനെ നമുക്ക് ജോബ് പൊസിഷനിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും. നെക്സ്റ്റ്, ടൈപ്സ് ഓഫ് ഇൻ്റർവ്യൂസ്. ഡയറക്റ്റ് ഫേസ് ടു ഫേസ് ഇൻ്റർവ്യൂ. കമ്പനിയുടെ മാനേജ്മെൻറ്റും കാൻഡിഡേറ്റും നേരിട്ട് മീറ്റ് ചെയ്ത് നടത്തുന്ന ഇൻ്റർവ്യൂ ആണ് ഡയറക്റ്റ് ഫേസ് ടു ഫേസ് ഇൻ്റർവ്യൂ. ഇവിടെ കാൻഡിഡേറ്റ്സിൻ്റെ ഡ്രസ്സിങ്, പ്രസൻറ്റേഷൻ, ബിഹേവിയർ എല്ലാം അസസ് ചെയ്യും. നെക്സ്റ്റ് വൺ, ഇൻ്റർവ്യൂ ത്രൂ വീഡിയോ കോൺഫറൻസ്. കാൻഡിഡേറ്റുമായിട്ടുള്ള ഇൻ്റർവ്യൂ ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമിലായിരിക്കും അറേഞ്ച് ചെയ്യുന്നത്. കാൻഡിഡേറ്റ്സിന് കംഫർട്ടബിളായി ഏത് ലൊക്കേഷനിൽ ഇരുന്ന് വേണമെങ്കിലും ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പറ്റും. ബട്ട് ഇൻ്റർനെറ്റ് കണക്ഷൻ ഇഷ്യൂസ് ഉണ്ടായാൽ ഓഫ് കോഴ്സ് എന്ത് ചെയ്യും, ഇൻ്റർവ്യൂ പ്രോസസ്സിനെ അത് അഫക്റ്റ് ചെയ്യും. നെക്സ്റ്റ്, പാനൽ ഇൻ്റർവ്യൂ. മൾട്ടിപ്പിൾ ഇൻ്റർവ്യൂസ് ഫ്രം ഡിഫറെൻറ്റ് ഏരിയാസ് അസസ് ദ കാൻഡിഡേറ്റ് ടുഗെദർ. ഒരു കാൻഡിഡേറ്റിനെ ഒന്നിൽ കൂടുതൽ ഇൻ്റർവ്യൂസ് ചേർന്ന് ഇൻ്റർവ്യൂ നടത്തുന്നതിനെയാണ് പാനൽ ഇൻ്റർവ്യൂ എന്ന് പറയുന്നത്. ഇവിടെ സെപ്പറേറ്റ് ഇൻ്റർവ്യൂസ് അവോയ്ഡ് ചെയ്ത് എല്ലാവരും ഒരുമിച്ചിരുന്ന് ഇൻ്റർവ്യൂ എടുക്കും. സോ ടൈം സേവ് ചെയ്യാൻ സാധിക്കും. നെക്സ്റ്റ്, ഗ്രൂപ്പ് ഇൻ്റർവ്യൂ. ഗ്രൂപ്പ് ഓഫ് കാൻഡിഡേറ്റ്സ് ഇൻ്റർവ്യൂ ടുഗെദർ. ഒരു ഗ്രൂപ്പ് ഓഫ് കാൻഡിഡേറ്റ്സിനെ ഒരുമിച്ച് ഇൻ്റർവ്യൂ എടുക്കുന്നതിനെയാണ് ഗ്രൂപ്പ് ഇൻ്റർവ്യൂ എന്ന് പറയുന്നത്. ഒരുപാടധികം കാൻഡിഡേറ്റ്സ് വളരെ കുറച്ച് ടൈം മാത്രമേ ഉള്ളെങ്കിൽ ഈ മെത്തേഡ് യൂസ്ഫുൾ ആയിരിക്കും. പക്ഷേ എല്ലാ കാൻഡിഡേറ്റ്സിനെയും ഡീറ്റെയിൽ ആയി അസസ് ചെയ്യാൻ സാധിക്കില്ല. എങ്കിലും സ്കിൽഡ് ആയിട്ടുള്ളവർ എപ്പോഴും മുന്നിൽ തന്നെ ആയിരിക്കും. നെക്സ്റ്റ്, സ്ട്രക്ചേർഡ് ഇൻ്റർവ്യൂ. Standardized set of pre-decided questions asked to all candidates in the same order. എല്ലാ കാൻഡിഡേറ്റ്സിനോടും ഒരേ രീതിയിൽ ഒരേ ഓർഡറിൽ തന്നെ നേരത്തെ പ്രിപ്പയർ ചെയ്ത് വെച്ച ക്വസ്റ്റ്യൻസ് ആയിരിക്കും ചോദിക്കുക. ഇതിനെയാണ് സ്ട്രക്ചേർഡ് ഇൻ്റർവ്യൂ എന്ന് പറയുക. നെക്സ്റ്റ്, അൺസ്ട്രക്ചേർഡ് ഓർ ഡെപ്ത് ഇൻ്റർവ്യൂ. നോ പ്രീ പ്ലാൻഡ് സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ്, ഓൺലി കീ ടോപ്പിക് ഏരിയാസ് ആർ ഡിസൈഡഡ്. ഇവിടെ ക്വസ്റ്റ്യൻസ് മുൻകൂട്ടി പ്രിപ്പയർ ചെയ്യുന്നതല്ല, ഒരു കോൺവെർസേഷൻ പോലെയാണ് നടക്കുന്നത്. കാൻഡിഡേറ്റ്സിൻ്റെ റിപ്ലൈസ് പോലെ ഇരിക്കും പുതിയ ചോദ്യങ്ങൾ ഉണ്ടാവുന്നത്. ഇത് കാൻഡിഡേറ്റ്സിൻ്റെ ക്രിയേറ്റിവിറ്റി, സ്കിൽസ് ഒക്കെ മനസ്സിലാക്കാൻ കൂടുതൽ ഹെൽപ്പ് ചെയ്യും. നെക്സ്റ്റ് സ്റ്റെപ്പ് ഇൻ ദ സെലക്ഷൻ പ്രോസസ്, ചെക്കിംഗ് ബാക്ക്ഗ്രൗണ്ട് ആൻഡ് റെഫറൻസസ്. ഇൻ്റർവ്യൂ കഴിഞ്ഞതിന് ശേഷം കമ്പനി എലിജിബിൾ ആയ കാൻഡിഡേറ്റ്സിൻ്റെ ഒരു ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യും. ഇതവർ പുറത്തു വിടുന്നതിന് മുമ്പ് കാൻഡിഡേറ്റ്സ് കൊടുത്ത ഇൻഫർമേഷൻസ്, അവരുടെ ജോബ് ഹിസ്റ്ററി ഇതൊക്കെ വെരിഫൈ ചെയ്യും. ഫോർ എക്സാമ്പിൾ, ഒരു സ്കിൽഡ് ആയിട്ടുള്ള കാൻഡിഡേറ്റ് മേ ബി ഷോർട്ട് ടെമ്പേർഡ് ആയിരിക്കും. അങ്ങനെ ഷോർട്ട് ടെമ്പേർഡ് ആയിരിക്കുന്ന ഒരു കാൻഡിഡേറ്റ് എന്ന് പറയുന്നത് കമ്പനിയിൽ ഒരുപാടധികം പ്രശ്നങ്ങൾ ഉണ്ടാക്കും. മേ ബി ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്കൊരിക്കലും ഒരു ഇൻ്റർവ്യൂ നടത്തുന്നതിലൂടെയോ ടെസ്റ്റ് നടത്തുന്നതിലൂടെ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റില്ല. ഇങ്ങനെയുള്ള കേസസ് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ സാധിക്കുന്നത് അവർ നേരത്തെ വർക്ക് ചെയ്ത കമ്പനിയിൽ അവരെക്കുറിച്ചുള്ള ഇൻഫർമേഷൻസ്, ഒരു ബാക്ക്ഗ്രൗണ്ട് ചെക്ക്, ഒരു വെരിഫിക്കേഷൻ പ്രോസസ്സ് ക്യാരി ഔട്ട് ചെയ്യുമ്പോൾ മാത്രമേ ഇങ്ങനെയുള്ള ഇൻഫർമേഷൻസ് എന്ത് ചെയ്യൂ, റിവീൽ ചെയ്യാൻ പറ്റുള്ളൂ. അവരുടെ പ്രീവിയസ് എംപ്ലോയറിനെ കോണ്ടാക്ട് ചെയ്യുന്നതിലൂടെ ഇങ്ങനെയുള്ള എന്തെങ്കിലും ഹിഡൻ ആയിട്ടുള്ള ബിഹേവിയേഴ്സ് ഉണ്ടോ, പെർഫോമൻസിൻ്റെ ഇഷ്യൂസ് ഉണ്ടോ എന്ന് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. ഇതാണ് ചെക്കിംഗ് ബാക്ക്ഗ്രൗണ്ട് ആൻഡ് റെഫറൻസ് പ്രോസസ്സിൽ നടക്കുന്നത്. നെക്സ്റ്റ്, മെഡിക്കൽ ടെസ്റ്റ്. സം ജോബ്സ് റിക്വയർ എ സർട്ടൻ ലെവൽ ഓഫ് ഫിസിക്കൽ ഫിറ്റ്നസ് ഫോർ എഫക്റ്റീവ് പെർഫോമൻസ്. ചില ജോബ്സിന് മെഡിക്കൽ ഫിറ്റ്നസ് ഇമ്പോർട്ടൻ്റ് ആണ്. ഫോർ എക്സാമ്പിൾ, ഒരു പോലീസ് സ്റ്റാഫിന് അവരുടെ ജോബ് ചെയ്യാൻ ആവശ്യമായ ഫിറ്റ്നസ് ഉണ്ടായിരിക്കണം. ഒരു കാൻഡിഡേറ്റിന് അറിവും കഴിവും ഉണ്ടെങ്കിലും മെഡിക്കൽ ഹെൽത്ത് മേ ബി ജോബിനെ എഫക്റ്റ് ചെയ്യും. അതുകൊണ്ട് തന്നെ കമ്പനി ചൂസ് ചെയ്ത കാൻഡിഡേറ്റ്സ് റിക്വയർമെൻറ്റ്സ് മീറ്റ് ചെയ്യുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്താൻ മെഡിക്കൽ ടെസ്റ്റ് നടത്തും. ദ ലാസ്റ്റ് സ്റ്റെപ്പ്, ജോബ് ഓഫർ. കാൻഡിഡേറ്റ്സ് ഹു പാസ് ഓൾ സെലക്ഷൻ സ്റ്റേജസ് ആർ ഗിവൻ എ ജോബ് ഓഫർ. സെലക്ഷൻ സ്റ്റേജസ് കംപ്ലീറ്റ് ചെയ്ത കാൻഡിഡേറ്റ്സിനായിരിക്കും ജോബ് ഓഫർ കൊടുക്കുന്നത്. ഓഫർ ലെറ്ററിൽ ജോയിനിങ് ഡേറ്റ്, സാലറി, പാക്കേജ്, ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഒക്കെ മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. ഇതാണ് സെലക്ഷൻ പ്രോസസ്സിൻ്റെ ഫൈനൽ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. യൂണിറ്റ് 5 സെലക്ഷൻ വളരെ ഡീറ്റെയിൽ ആയി തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്തു. ആൻഡ് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ ഉറപ്പായും സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് അഗെയിൻ മറ്റ് സബ്ജക്ട്സിൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് വേണം എന്ന് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഉറപ്പായും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.